നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നീ 3 നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ അതിവേഗ റെയിൽവേ ഇടനാഴി പദ്ധതി അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്രം. ഇതോടെ 3 നഗരങ്ങളിലേക്കും യാത്ര ചെയ്യാനുള്ള സമയം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാനാകും വിധത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ശേഷം ബാംഗ്ലൂരിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് ചെന്നൈയിലേക്കും എത്താം. ഇതോടെ 3 നഗരങ്ങളിലും യാത്ര ചെയ്യാനെടുക്കുന്ന സമയം 10 മണിക്കൂർ വരെ കുറയ്ക്കാനാകും. 320 കിലോമീറ്റർ വേഗതയിലായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴിയിൽ ട്രെയിൻ സഞ്ചരിക്കുക. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ 3 നഗരങ്ങളിൽ സഞ്ചരിക്കുന്നതിന് വിമാനയാത്രയേക്കാൾ കൂടുതൽ സൗകര്യം ഒരുങ്ങും. സാധാരണ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ 1 മണിക്കൂർ 15 മിനിറ്റാണ് ആവശ്യം. അതുപോലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1 മണിക്കൂർ 20 മിനിറ്റാണ്. എന്നാൽ ബോർഡിംഗും മറ്റ് സുരക്ഷാ പരിശോധനകളും ഉൾപ്പെടെ കഴിയുമ്പോൾ ഇത് 3 മണിക്കൂറിൽ കൂടുന്ന അവസ്ഥയാണുള്ളത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്തേക്കാൾ വേഗത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയാണ് ഒരുങ്ങുന്നത്. ഹൈദരാബാദ് ചെന്നൈ അതിവേഗ ഇടനാഴിക്ക് 705 കിലോമീറ്റർ നീളവും ഹൈദരാബാദ് ബംഗളൂരു ഇടനാഴിക്ക് 626 കിലോമീറ്റർ നീളവുമാണ് പദ്ധതിയിൽ കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ കൺസൾട്ടൻസി സ്ഥാപനമായ റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് അവസാനഘട്ട സർവേ നടത്തുന്നതിനായുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി 33 കോടി രൂപ ചെലവാകുമെന്നാണ് കരുതുന്നത്. ഈ ഇടനാഴികളിൽ കൂടി അതിവേഗ ട്രെയിനുകൾ മാത്രമായിരിക്കും സർവീസ് നടത്തുക. മുംബൈ അഹമ്മദാബാദ് അതിവേഗ ഇടനാഴിയുടെ മാതൃകയിലായിരിക്കും പുതിയ ഇടനാഴി രൂപകൽപ്പന ചെയ്യുക. കേരളത്തിലെ 2ാം വന്ദേ ഭാരത് 20 കോച്ചുകളാക്കാനും സാധ്യതയുണ്ട്. ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വണ്ടിയാണ് 8 കോച്ചുകളിൽ നിന്ന് 20 ആക്കുന്നത്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 20 കോച്ചുള്ള പുതിയ വണ്ടി പുറത്തിറങ്ങി. ദക്ഷിണ റെയിൽവേക്കാണ് വണ്ടി അനുവദിച്ചത്. വന്ദേ ഭാരത് മംഗളൂരിൽ നിന്ന് രാവിലെ 6:25 പുറപ്പെടുന്നത്. ആലപ്പുഴ വഴി വൈകിട്ട് 3:05 തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 4:05 പുറപ്പെടും. രാത്രി 12:40 മംഗളൂരു സെൻട്രലിലെത്തും. നിലവിൽ 8 കോച്ചുകളിലായി 512 സീറ്റാണ് വണ്ടിക്കുള്ളത്. 20 കോച്ചാകുമ്പോൾ 1336 സീറ്റാകും. 16 കോച്ചായിരുന്ന കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ജനുവരി 10 മുതൽ 20 കോച്ചായിരുന്നു.